ഹേ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഒരു രക്ഷയില്ലാത്തൊരു മോർണിംഗ്. നമ്മളൊരു ചെറിയൊരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ് ഇന്നിപ്പോൾ. ഇതൊരു ഷോർട്ട് റൈഡാണ്. ഇന്നൊരു ഹോളിഡേ മൂഡായതുകൊണ്ട് യെസ്, ഇന്ന് ദീപാവലിയാണ്. അപ്പോൾ ഹാപ്പി ദീപാവലി. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ചിൽ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നധികം ലോങ് പോകാനും പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് റൈഡാണ് ഇപ്പോൾ പിടിച്ചേക്കുന്നത്. കുതിരാനിലോട്ടാണ് നമ്മളിപ്പോൾ പോകാനുള്ള പ്ലാൻ. അപ്പോൾ ഇന്ന് ദീപാവലിയുടെയൊക്കെ ഹോളിഡേ ആയതുകൊണ്ട് ഒരു ചെറിയ ഷോർട്ട് റൈഡ് പിടിക്കാമെന്ന് വിചാരിച്ചു. സോ എറണാകുളത്ത് നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് കുതിരാൻ. സോ കുതിരാൻ പോകുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. എന്താ പറയുക, കുറച്ച് ഹൈവേസ് കിട്ടും. കേരളത്തിലൊരു ഇപ്പോൾ നിലവിലൊരു 3 ലൈനുള്ളത് നമുക്ക് മണ്ണുത്തി ടു പാലക്കാടാണ്. അവിടെ നമുക്കൊരു 3 ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കുതിരാൻ പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. സോ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ ചായ കുടിച്ചിട്ട് ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അവരായിട്ട് ജോയിൻ ചെയ്യാൻ. ഒരു ചായ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ്. OMG, വാട്ട് ഈസ് ദിസ്? GTI. നമ്മുടെ മുന്നിലൊരു GT വന്നിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഒന്ന് നോക്കി നോക്കാം. വാവ് മാൻ. അപ്പോൾ GTIന് മുമ്പിൽ ഹാരിയർ ഒന്ന് പിടിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. ഹാരിയർ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ബട്ട് പാളിപ്പോയി. സോ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം നമ്മ അത്താണി എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് സീ. സോ ഗൈസ്, നമ്മുടെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവരെ നമ്മളിവിടുന്ന് എയർപോർട്ടിലോട്ട് പോകുന്ന അവിടെ ഒരു ക്ലോസ് കോൾ. അപ്പോൾ ഇവിടെ എയർപോർട്ടിലോട്ട് പോകണം. അവിടെ ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പുണ്ട്. അവിടെ നിന്നാണ് യൂഷ്വലി പെട്രോൾ ഫില്ല് ചെയ്യാറ്. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ആ പമ്പിലുണ്ട്. നമ്മൾ അവിടെ പോയി മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ കൂടെ ഒരു ബെൻലി 600i ഉണ്ട്, CBR ഉണ്ട്, പിന്നെ ഒരു സ്ക്രാംബ്ലർ X400 ഉണ്ട് ട്രയംഫിൻ്റെ. ഇനി 2 ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. അവർ നമ്മൾ ചാലക്കുടി ആ ഒരു ഏരിയയിൽ നിന്നാണ് അവർ ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് കുതിരാനാണ്. സോ എറണാകുളത്ത് നമുക്ക് പെട്ടെന്ന് പോയി ഷോർട്ട് റൈഡൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് ഈ കുതിരാൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈവേ, പ്രോപ്പർ ഹൈവേ നമുക്ക് കേരളത്തിലുള്ളത് മണ്ണുത്തി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ കുതിരാനാണ്. അപ്പോൾ എല്ലാവരും ദീപാവലിയുടെ സെലിബ്രേഷനിലൊക്കെ ആയിരിക്കും. സോ കുറേ നാളായി ഇങ്ങനെ ഒരു ബ്ലോഗിങ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു, നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പിന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ
റെഗുലറായിട്ട് ചെറിയ റൈഡ്സൊക്കെ നടത്തുന്നുണ്ട്, സ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് റൈഡൊക്കെ. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. എങ്ങനെയാണ് ട്രാഫിക് എന്നൊന്നും അറിയില്ല, കാരണം ദീപാവലി ആണെങ്കിലും എല്ലാവർക്കൊന്നും ഓഫില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രാഫിക് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ സ്റ്റിൽ അവിടെ പണി നടക്കുന്നുണ്ട്, കുറേ ജംഗ്ഷനിലെല്ലാം ഫ്ലൈ ഓവേഴ്സിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അവിടുത്തെ റോഡും അവിടുത്തെ ടൈറ്റൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് പോണ വഴിയേ അറിയാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇന്ന് മോർണിംഗ് ഇപ്പോൾ ഓൾമോസ്റ്റ് 7 AM ആയി. ഇവിടെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. 7 മണി ആയപ്പോഴേക്കും അത്യാവശ്യം ട്രാഫിക്കായി തുടങ്ങിയെന്ന് തോന്നുന്നു. ട്രക്സൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്കമാലി ടൗണിലോട്ട് എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് തിരക്കുകളൊക്കെ വന്നു തുടങ്ങി. ഈ ടൗൺ നോർമലി ഭയങ്കര ബ്ലോക്കായിരിക്കും. അങ്കമാലി ടൗൺ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരിക്കും എപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ റൈഡ് പോയാലും ഈ ഒരു ഭാഗം അധികം ബ്ലോക്കില്ലാത്ത ടൈമിൽ ക്രോസ് ചെയ്യാനാണ് നമ്മൾ കൂടുതലും നോക്കാറ്. കാരണം ഇവിടെ അത്യാവശ്യം തിരക്കുള്ളൊരു ഏരിയയാണ്. ഒരു KSRTC സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ പല പ്ലേസിൽ നിന്നും വന്ന് ജോയിൻ ചെയ്യുന്നൊരു സ്പോട്ടാണ് ഇവിടെ. ഇന്നിപ്പോൾ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ലൊരു തണുത്ത കാറ്റും ഒരു ചെറിയ കോൾഡ് ബ്രീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര ഉന്മേഷമാണ്. കുറച്ചുകൂടി വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ റൈഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ടയേർഡാവും. സോ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു അങ്കമാലിയിൽ നിന്ന്. സോ ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഒരു ഫ്രണ്ട്സും കൂടി നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട് അങ്കമാലിയിൽ നിന്ന്. അപ്പോൾ ഇന്ന് ചാലക്കുടിയിൽ നിന്ന് ഒരു ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. അത് ആഫ്രിക്ക ട്വിന്നാണ് നമ്മളോട് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 600 ആയി. പിന്നെ കാണുന്നില്ല, നമ്മുടെ വെട്ടിച്ച് പോയോ. നമ്മൾ കറുകുറ്റി റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടേക്കോ ഇവിടെ നിന്നൊരു ക്യാമറയിൽ നിന്ന് എനിക്ക് സ്പീഡ് അടിച്ചിട്ടുണ്ട്. ഏത് ക്യാമറയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പോയോടത്തൊരു ഒരു AI ക്യാമറ ഉണ്ട്. അവിടെ നിന്നാണോ അടിച്ചേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. സോ അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വേറെ ഒരു സ്പീഡ് ക്യാമറ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നാണോ അടിച്ചേക്കണമെന്നും ഒരു ഐഡിയ ഇല്ല. ബട്ട് വിഷമിപ്പിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പീഡ് 80 ആണ്. ഞാനൊരു 82-ലൊക്കെ പോയപ്പോഴാണ് എനിക്ക് ഇവിടെ നിന്ന് സ്പീഡിന് ഫൈൻ അടിച്ചത്. സോ സ്പീഡിലൊക്കെ പോകുമ്പോൾ അടിച്ചാലൊരു ത്രില്ലുണ്ട്. ഒരു 82-84 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു ഫൈൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിഷമമായി. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഫൈൻ അടിച്ചു. അപ്പോൾ നെക്സ്റ്റ് ടൈം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിലേ പോകുമ്പോൾ ഞാനൊന്ന്
കൺട്രോൾ ചെയ്താൽ പോവാറ്. കാരണം 80 ബിലോയിൽ പിടിച്ച് പോകണമല്ലോ. അപ്പോൾ ഇവിടുന്ന് 2-3 ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്യാമറ വർക്കിംഗ് ആണെന്ന് എനിക്കറിയാം. യെസ്, ഇതാണ് നമ്മുടെ ആഫ്രിക്ക ട്വിൻ. എല്ലാവരുടെയും പോലെ തന്നെയും എൻ്റെയും ഒരു ഫേവറേറ്റ് വണ്ടിയാണ്. ബട്ട് ദിസ് വൺ ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മുടെ കയ്യിലുള്ളതൊരു 4 സിലിണ്ടറാണ്. ആഫ്രിക്ക ട്വിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വിൻ സിലിണ്ടറാണ്. സോ 4 സിലിണ്ടറിന് 4 സിലിണ്ടറിൻ്റേതായ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ഇവിടെ ഒരു സ്പീഡ് ക്യാമറ ഉണ്ട്. കറവിറ്റ് സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ 91-ലൊക്കെയാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തേക്കാം. വെറുതെ എന്തിനാണ് 1500 കൊണ്ടേ കളയുന്നത്? ഇനി കുറച്ച് നേരത്തേക്ക് ക്യാമറാസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, ട്രാഫിക് കൂടി അത്യാവശ്യം വണ്ടികളായി. ഇനി ഇതിൻ്റെ ഇടയിൽ ഫ്ലൈ ഓവറിൻ്റെ പണിയും ഉണ്ട് ഇവിടെ. അതാണ് ഒരു നമുക്കൊരു മടുപ്പ് വരുന്നൊരു കാര്യം. തിരക്കില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിലൂടെ പോകുന്നതിന് പ്രശ്നമില്ല. ജസ്റ്റ് വൺ മോർ AI. ഇത് AI ആണെന്ന് വിചാരിക്കുന്നു, പിടിക്കത്തില്ലായിരിക്കും. നമ്മുടെ CBR ഒന്ന് കൈ കൊടുത്ത് വന്നതാണ്. അപ്പോഴാണ് ക്യാമറ കണ്ടത്. അപ്പോൾ ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ആഫ്രിക്ക ട്വിൻ, ബെനലി 600i, CBR, പോലീസുകാരെന്തോ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ. സോ ബി കെയർഫുൾ. അപ്പോൾ ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ കൊരട്ടിയും കറുകുറ്റിയുടെ ഇടയിൽ പണി നടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സർവീസ് റോഡാണ് പോകാൻ പറ്റുള്ളൂ. നേരത്തെ ഒന്നും ഈ റോഡേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹൈക്കോടതിയൊക്കെ ഇടപെട്ടിട്ട് നമുക്ക് കുറച്ച് റോഡും കാര്യങ്ങളൊക്കെ സർവീസ് റോഡായിട്ട് തന്നിട്ടുണ്ട്. എന്നാലും ചില സ്ഥലത്ത് കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ട്. യെസ്, ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു സന്തോഷം. ഈ ഒരു കഷ്ടപ്പാടിനൊക്കെ നമുക്ക് കുറച്ച് കളയുമ്പോഴത്തേക്കും ഫ്ലൈ ഓവറിൽ കൂടി പോകാലോ എന്ന് ഒരു സന്തോഷത്തിൽ മാത്രമാണ് നമ്മളൊക്കെ ഈ വഴി പോകുന്നത്. യെസ്, അപ്പോൾ ഇനി നമ്മൾ നേരെ കൊരട്ടിയാണ് എത്താൻ പോകുന്നത്. യെസ്, തൃശ്ശൂർ. അപ്പോൾ ആക്ച്വലി നമ്മൾ തൃശ്ശൂരിലോട്ട് കടന്നു എറണാകുളത്തുനിന്ന്. സ്ക്രാംബ്ലർ 400X നല്ല വണ്ടിയാണോ ഈ സ്ക്രാംബ്ലർ 400X. നമുക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. പിന്നെ അതിൻ്റെ സസ്പെൻഷനും അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇനി കുറച്ച് നേരത്തെ കുറച്ച് ബോറിങ് റോഡ്സൊക്കെ ആയിരിക്കും. സോ ഇതിലൂടെ പോകുമ്പോൾ മടുപ്പ് വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള റോഡുകളാണ്. ഇങ്ങനെ കുറേ ജംഗ്ഷൻസൊക്കെ ഉണ്ട്. അതെല്ലാം ഒഴിവാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒഴിവായി വരട്ടെ, എന്നാലേ നമ്മളെപ്പോലുള്ള റൈഡേഴ്സിന് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഓപ്പൺ റോഡ്സ് കിട്ടിയിട്ടുണ്ട്.
പാലത്തിലുള്ള ഈ ഓരോരോ ചാട്ടമാണ് നമ്മുടെ ശത്രു. നല്ല രീതിക്ക് തട്ട് കിട്ടും. വണ്ടിയെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം കുറവാണ്. ഓൾമോസ്റ്റ് ചാലക്കുടി അപ്രോച്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെച്ച് കഴിഞ്ഞ് ഒരു ചെറിയ സ്ട്രെച്ച് കിട്ടി. പിന്നെയും ട്രാഫിക്കായി. യെസ്, കൊള്ളാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ യൂഷ്വലി നമ്മൾ സൺഡേ റൈഡ്സ് ഇതുപോലെ പോവാറുണ്ട്. മോർണിംഗ് റൈഡ്സ് ഇതുപോലെ ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് ചെറിയൊരു ഡെസ്റ്റിനേഷനിലോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരാറാണ് പതിവ്. ഇന്നിപ്പോൾ ക്യാമറ ഒന്നും സെറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. ആ ടൈമിൽ ക്യാമറ ഉണ്ടായിരുന്നു, എന്നാലും ക്യാപ്ചർ ചെയ്യുന്നത് കുറവായിരുന്നു. ബ്ലോഗൊക്കെ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് ബ്ലോഗ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ചെറിയ റൈഡ്സാണ് കൂടുതലും പോവാറ്. സ്റ്റേ റൈഡ്സ് വളരെ ചുരുക്കമാണ് ഇപ്പോൾ വണ്ടി എടുത്തിട്ട്. ഇതിന് മുമ്പൊക്കെയുള്ള വണ്ടിയിലൊക്കെ നമ്മൾ അത്യാവശ്യം സ്റ്റേ റൈഡൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷം സ്റ്റേ റൈഡ് അങ്ങനെ എവിടെയും പോയിട്ടില്ല. യൂഷ്വലി മോർണിംഗ് നമ്മൾ ഇറങ്ങും, എന്നിട്ട് വൈകിട്ട് ആ ടൈമിൽ അല്ലെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പം തന്നെ എത്തും. അപ്പോൾ ഇതൊരു ഷോർട്ട് റൈഡാണ്. തിരിച്ചൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചെത്താം എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇനി നമുക്ക് ഒരാളെയും കൂടി ഇവിടെ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. വന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ നീഞ്ച 1000 XX ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് സ്വാദ് എന്നുള്ള റെസ്റ്റോറൻറ്റാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചത്. അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ കുതിരാനിലോട്ട് പോകുന്ന വഴിയിലാണ്. പിന്നെ അവിടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നു.
നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിൻഡ് ബ്ലാസ്റ്റാണ്, വേറെ രക്ഷയില്ലാത്ത വിൻഡ് ബ്ലാസ്റ്റാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. നമ്മുടെ കൂടെ ഉണ്ടായ നീന്ത്യ 1000ഉം CBR-ഉം ഒരു ചെറിയ ഓപ്പൺ റോഡ് കിട്ടിയപ്പോൾ അടുത്ത് കയറി പോയിട്ടുണ്ട്. എനിക്ക് നല്ല ക്രോസ് വിൻഡും വന്നിട്ടുണ്ട്. നമ്മൾ ടക്കിൻ ചെയ്ത് ഓടിക്കേണ്ടി വരും. കേരളത്തിലാകെ നമുക്കൊരു എന്താ പറയുക, ഒരു സമാധാനത്തോടെ ഓടിക്കാൻ പറ്റിയൊരു ഹൈവേ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതാണ് കറൻ്റ്ലി. ഇനിയിപ്പോൾ NH66 ഒക്കെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓടിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് അതും നോട്ട് ഷുവർ, കാരണം ബൈക്ക് കയറ്റില്ല എന്നാണ് പറയുന്നത്. അതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇത്രയും രൂപയൊക്കെ കൊടുത്ത് ടാക്സൊക്കെ അടച്ച് പോകുന്ന, ഇത്രയും രൂപ നമ്മൾ ടാക്സൊക്കെ അടച്ചിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ഇറക്കുന്നത്, റോഡ് ടാക്സ്. പിന്നെ പെട്രോൾ അടിക്കുമ്പോഴും നമ്മൾ റോഡ് ടാക്സ് വെക്കുന്നുണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കും നമുക്ക് NH66 ഹൈവേയിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ. നമുക്ക് ദൂരെ ഒരുപാട് മലകൾ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം അത് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം കൊച്ചി പാലത്തിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ വെസ്റ്റേൺ ഗട്ട്സ് സ്പോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സ്ട്രെച്ച് കിട്ടി, അപ്പോൾ നമ്മൾ ആസ്വദിച്ചതാണ്. നമുക്കിവിടെ മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, കോട അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പാലക്കാട് സ്ഥലത്തോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി കിട്ടും. കാരണം ഒന്നാമത് നമ്മുടെ 3 ലൈൻ റോഡ്, അതിൻ്റെ കൂടെ തന്നെ ഈ മലകളുടെയൊക്കെ ഒരു വ്യൂ. ഇപ്പോൾ കുറച്ചുകൂടി സണ്ണിയായി, അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ക്യാമറയിൽ അത് കിട്ടിയേക്കുന്നതെന്നറിയില്ല. അതിൻ്റെ ഒരു ഭംഗി, നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് ഹൈവേ പിടിക്കണം, കേരളത്തിൽ കേട്ടോ. അതല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിനേലും ബെറ്റർ വ്യൂ ഉള്ളതൊക്കെ കിട്ടും. ഈ ഗ്യാസ് വണ്ടിയുടെ ബാക്കിലായിപ്പോയി. വീണ്ടും
നമുക്ക് കുറച്ച് ഹൈവേ കിട്ടിയേക്കോണ. ഞാനീ പറഞ്ഞ ഈ ഒരു മലകളുടെയൊക്കെ വ്യൂവും അങ്ങനെയുള്ള ഒരു ഹൈവേസ് നമുക്ക് കേരളത്തിൽ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഒന്നാമത് നമുക്ക് കേരളത്തിൻ്റെ ഹൈവേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടുതലും സിറ്റീസ് ടൗൺസിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഹൈവേസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആ ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രെച്ച് നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫോറസ്റ്റ് അങ്ങനെ ഒരു പാലക്കാട് ഹൈവേ എന്ന് പറയുമ്പോൾ ആക്ച്വലി സൈഡിലുള്ള ടൗണോ ഓരോ കാര്യങ്ങളായിട്ടൊന്നും കണക്റ്റഡ് അല്ല. ഇതൊരു ഇടലും വ്യൂ ഉള്ള നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള കുതിരാൻ ടണൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുതിരാൻ കടന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരാൻ്റെ പഴയ റോഡൊന്ന് പോയി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്ലാൻ. അപ്പോൾ കുതിരാൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ആഫ്രിക്കാറ്റൂൻ അതിൻ്റെ ഗുണം കാണിച്ചു. അവിടെ നിന്നൊരു ഇത് ചാടി. നമുക്കത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് യൂ ടേൺ എടുത്തിട്ട് വേണം, അതായത് കുതിരാൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും ഇവിടെ ലെഫ്റ്റിലോട്ട് ഒരു യൂ ടേൺ എടുത്തിട്ട് വേണം നമുക്ക് ഈ പഴയ ഓൾഡ് റോഡിലോട്ട് പോകാൻ. ഈ റോഡൊക്കെ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ ഈ കുതിരാൻ വരുന്നതിന് മുമ്പ്. ഇതൊക്കെ ഒരു എന്താ പറയുക, എന്തോരം ടൈമാണെന്ന് പറയാം നമുക്കിവിടെ വേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും റോഡ് ക്ലോസ്ഡ് ആണ്. നമുക്ക് പഴയതുപോലെ എന്താ പറയുക, നമുക്ക് ക്രോസ് ചെയ്തൊന്നും അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർ പോലും വളരെ കുറവാണ്. ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ പഴയ ഒരു ക്ഷേത്രങ്ങളൊക്കെ കാണാൻ കണ്ടില്ല. ഇവിടെയൊക്കെ റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, ഒരു മരമൊക്കെ വീണിട്ട് അതൊക്കെ അതേപോലെ തന്നെ കിടക്കുകയാണ്. പിന്നെ നമുക്കൊരു കുറച്ച് ചെല്ലുമ്പോൾ ഒരു അമ്പലമുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട് ഇപ്പോൾ ഈ വഴി പോകാൻ. പണ്ടൊക്കെ നമ്മൾ നല്ല ബ്ലോക്കിലൂടെ കിടന്ന് മണിക്കൂറോളം കിടന്ന് പോയിട്ടുള്ളതാണ്. ഇവിടെ ആനകളൊക്കെ വരുന്നതാണ് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത്. സോ ഇത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും വരലില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ അവിടെ വരും. അപ്പോൾ കുതിരാനിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് വന്നിട്ട് ഇവിടെ വരെ വന്ന് ഇതൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോവാം. സോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങോട്ട് എൻട്രി ഇല്ല ആക്ച്വലി. ഫോറസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ പണിയായിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർ സൂക്ഷിച്ച് വേണം പോകാൻ. സോ
ഇതാകെ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്നൊരു പരിവായിട്ടുണ്ട്. കാരണം ഫോറസ്റ്റ് ഏരിയയാണ്. അതിനിപ്പോൾ ഇവിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കാണ്, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ തന്നെ വേണം. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പതിയെ റിട്ടേൺ പോവാം. അതാണ് നമ്മുടെ പ്ലാൻ.